അയ്യ വണക്കം. അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഒരു വട്ടം കണ്ടവരെല്ലാവരും ആ വ്യക്തിപ്രഭാവത്തിനകത്തേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നും ആർക്കും വേണ്ട. നമ്മുടെ കേരളത്തിലെ മോഹൻലാൽ, സുരേഷ് ഗോപി, തമിഴ്നാട്ടിൽ നിന്ന് രജനീകാന്ത്, ആന്ധ്രാപ്രദേശിൽ നിന്ന് ജൂനിയർ NTR, പിന്നെ പവൻ കല്യാൺ, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേരുണ്ട്, അക്ഷയ് കുമാർ, അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത്. പക്ഷേ ആ വ്യക്തിപ്രഭാവത്തിനകത്തേക്ക് കടന്നാലും ഒരു മന്ത്രിയൊക്കെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഇമാതിരി വിമർശനം അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില്ലറ ഗച്ചൊന്നും പോരാ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതും ഒരു സ്ത്രീയാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള വിമർശനം ഒരു മന്ത്രിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് അടിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. വേറെ ആരുമില്ല, നമ്മളെ മന്ത്രി അപ്പൂപ്പനായിട്ടുള്ള ശിവൻകുട്ടി അപ്പൂപ്പനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് നമ്മുടെ നവ്യ നായർ വലിയ രീതിയിലുള്ള വിമർശനം അവിടെ ഉന്നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നേരത്തെ നരേന്ദ്രമോദിയുടെ യുവം പരിപാടിയിൽ നവ്യ നായർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നവ്യ നായർ അവിടെ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഇനി നന്ദന സിനിമ ഞാൻ കാണില്ല, മെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മിക്കൂട്ടന്മാർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഭീകരമായിട്ട് മെഴുകുന്നുണ്ട്. പിന്നെ നമുക്ക് അവരുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. നവ്യ നായർ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ആ പരിപാടിയിൽ പോയാലും പങ്കെടുക്കാനായിട്ട് പാടില്ല. അതിന് ഇവന്മാരുടെ ഇൻഡാസ് വേണം. അതാണ് ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ പറയുമ്പോൾ സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിൽ നമുക്കറിയാമല്ലോ SFIയുടെ ഒക്കെ കാര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ പാർട്ടി നിൽക്കാം, പുറത്തു പോകാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല. ജനാധിപത്യവുമുണ്ട്, അത് നമ്മുടെ പാർട്ടിക്കകത്തില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. പാർട്ടിക്കകത്ത് വന്നാൽ വെട്ടും കുത്തുമാണ്. ഇങ്ങനത്തെ ഒരു ലെവലാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നവ്യ നായർ ആ പരിപാടിക്ക് പോയപ്പം വലിയ രീതിയിലുള്ള വിമർശനം കമ്മികളുടെ ഭാഗത്തു നിന്നും, സൈബർ അറ്റാക്ക് കമ്മികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഇന്തിഫാദ പരിപാടി ഉണ്ടല്ലോ, ആ ഇന്തിഫാദ പരിപാടിയുടെ പേരൊക്കെ എടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞിട്ട് കുറച്ച് നാളായി. അത് വേറൊരു കാര്യം. ഇന്തിഫാദ എന്ന് പറഞ്ഞ പരിപാടിയുടെ പേരും കൊണ്ട് അവിടേക്ക് ചെന്നപ്പോൾ VC അതെടുത്തിട്ട് അവൻ്റെ ഒരു ഇന്തിഫാദ ക്ലാസ്സിൽ എന്ന് പറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം, ഇന്തിഫാദയിലോട്ട് നമുക്ക് വരാം. ഈ ഇന്തിഫാദയ്ക്കും കൂടെ ചേർത്ത് അവിടെ ഒരു തേച്ചൊട്ടിക്കലാണ് ഇന്നലെ നവ്യ നായർ നടത്തിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ രായപ്പം പോലും നടത്താൻ പേടിക്കുന്ന ഒരു സംഭവമാണ് നവ്യ നായർ കട്ടയ്ക്ക് നിന്ന് നൈസായിട്ട് സ്മൂത്തായിട്ട് പറഞ്ഞിട്ട് പോയത് എന്നുള്ള വേറൊരു കാര്യം. ശിവൻകുട്ടി ആദ്യം പ്രസംഗിക്കാനായിട്ട് വരുന്നു, എന്നിട്ട് വച്ചൊരു കീച്ചലാണ്. അതായത് കലോത്സവത്തിന് വരുന്ന ആൾക്കാരൊന്നും തന്നെ പ്രതിഫലം വാങ്ങിക്കാതെയാണ് വരുന്നത് എന്നുള്ളൊരു കീച്ചലാണ് ശിവൻകുട്ടി ആദ്യം തന്നെ വച്ച് കീച്ചിയത്. നേരത്തെ മമ്മൂട്ടിയൊക്കെ നമ്മൾ വിളിക്കുന്ന ആ സമയത്ത് മമ്മൂട്ടിയൊന്നും പ്രതിഫലം വാങ്ങിക്കാറില്ലായിരുന്നു എന്നും ശിവൻകുട്ടി പറയുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി പ്രതിഫലം വാങ്ങിച്ചില്ലെങ്കിലും നവ്യ നായർ പ്രതിഫലം വാങ്ങിച്ചില്ലെങ്കിലും ചെയ്യാത്ത പണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിഫലം വാങ്ങിക്കും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെന്തിനാണ് അപ്പം നീ ഇപ്പം പറഞ്ഞത് എന്ന് പല ആൾക്കാർക്കും തോന്നും. പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നവ്യ നായരുടെ കേസാണ്. നവ്യ നായരുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശിവൻകുട്ടി ഒരു ഗീച്ചൽ വെച്ച് ഗീച്ചിയപ്പോൾ നവ്യ നായർ അവിടെ എണീച്ച് പ്രസംഗിക്കാനുള്ള സമയത്ത് വേദിയിലേക്ക് വന്ന ശേഷം നവ്യ നായർ പറഞ്ഞു ഞാൻ പ്രതിഫലം ഒന്നും മേടിക്കാറില്ല എന്നുള്ളത്. നവ്യ നായർ ഇടതുപക്ഷത്തോട് അനുഭാവം പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്ന് ആലോചിച്ചു കൊള്ളണം. അതൊന്നാമത്തെ കാര്യം. നവ്യ നായർ പല സ്റ്റേജിലും കയറിയിട്ട് ഞാൻ ഈ സ്റ്റേജ് ഒന്ന് തൊട്ട് വന്നിച്ചു കൊള്ളട്ടെ, അത് വെറും സ്റ്റേജ് അല്ല, ഇടതുപക്ഷത്തിന്റെ സ്റ്റേജ്, അതെന്റെ ആചാരമാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ സ്റ്റേജൊക്കെ കണ്ണി തൊട്ട് വന്നിച്ചാണ് നവ്യ നായർ സ്റ്റേജ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അമ്മാതിരി ഭക്തിയാണ് ഇടതുപക്ഷത്തിനോട്. പിണറായി വിജയനോട്ടൊക്കെ അമ്മാതിരി ബന്ധമാണ്. പിണറായി വിജയനോട് അങ്കിൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ അങ്കിൾ എന്ന് ചോദിച്ചപ്പോൾ ഭൂതത്തിനെ എനിക്ക് പരിചയമില്ല അങ്കിൾ, എനിക്ക് ഭൂതത്തിനെ കാട്ടിലും പേടി കള്ളന്മാരോടാ എന്നൊക്കെ നവ്യ നായർ പറയുന്ന പല തഗ് വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് ഓടുന്നുണ്ട്. അങ്കിൾ മന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം അങ്കിൾ മുഖ്യമന്ത്രിയായ എനിക്ക് അങ്കിൾ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള വാത്സല്യപൂർണ്ണമായിട്ടുള്ള ഒരു ബന്ധമാണ് നവ്യ നായരും പിണറായി വിജയനും തമ്മിലുള്ളത്. പിന്നെ പിണറായിയുടെ കേസ് നമുക്കറിയാമല്ലോ. പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ എല്ലാവരും എന്നെ സർ ജസ്റ്റ് സർ അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞ് വലിയ തെട്ടൂരമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തോട്ട് പോകാനേ നാട്ടുകാർക്ക് പേടിയാണ്. അപ്പം പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം സാറെന്ന് വിളിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. നമ്മുടെ KK ശൈലജ ടീച്ചർ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നു, അപ്പം വിജയേട്ട എന്നൊന്ന് വിളിച്ചതാണ്. അപ്പം പറഞ്ഞു ഇനി അത്തരത്തിലുള്ള കമൻറ്റുകളൊന്നും വേണ്ട കേട്ടോ, ഇപ്പം ഞാൻ ആരാണ്, ഞാൻ രായാവാണ്, അപ്പം ഞാൻ രായാവായിരിക്കുന്ന സമയത്ത് എന്നെ സർ എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനുശേഷം അങ്ങനെ എല്ലാവരും സാർ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ബന്ധം നവ്യ നായർക്ക് പിണറായി വിജയനുമായിട്ട് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഈ നവ്യ നായരാണ് ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്നത് എന്നും നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. എൻ്റെ പൊന്നു നവ്യേച്ചി, ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ നിന്നിട്ട് നവ്യ നായർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാലസ്തീനിൽ കുട്ടികൾ മരിക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മളെ ഇവിടെയുള്ള കുട്ടികൾ മരിക്കുമ്പോൾ നമ്മൾ എന്തോന്നെടുത്തിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ
രീതിയിലാണ് നവ്യ നായർ പറഞ്ഞു വെച്ചത്. ആ പാലസ്തീനിലെ കുട്ടികൾ മരിക്കുന്ന ആ സംഭവത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവിടെയുള്ള ഹമാസ് തീവ്രവാദികൾ ഉപയോഗിക്കുന്ന അവൻ്റെയൊക്കെ ഇന്തിഫാദയും പൊക്കി പിടിച്ചുകൊണ്ട് അവനൊക്കെ വന്നത്. അതാണ് വീസി എടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞത്. ഈ ഇന്തിഫാദ എന്ന് പറയുന്ന സംഭവം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം, വളരെ സ്മൂത്താണ്. 1987 ഇന്തിഫാദ ഫസ്റ്റ് ഇസ്രായേലിൽ തുടങ്ങുന്നത്. 1993 6 വർഷം വരെ അതവിടെ നീണ്ടു നിന്നു. കാരണം പാലസ്തീനികൾ ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സംഭവമായിരുന്നു ഇന്തിഫാദ എന്ന് പറയുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലികൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഗതി കിട്ടാതെ നിന്നാൽ മാത്രമേ ഇസ്രായേലികൾ ഇങ്ങോട്ട് ആക്രമിക്കൂ. അതും ഇസ്രായേലികൾ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേലികൾ പ്രാവിനെയൊക്കെ പറത്തിവിടും. ഈ ഹമാസ് ഭീകരവാദികൾ വല്ല സ്കൂളിനകത്തൊക്കെ കയറി പിള്ളേരെയൊക്കെ ഫ്രണ്ടിൽ പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ ബാഹുബലിയിൽ കാലകന്മാർ കാണിക്കുന്ന പോലെ തന്നെ എന്നൊക്കെ പറയുന്നത് പോലെ ഹമാസ് ഇങ്ങനെ നേരെ വരുമ്പോൾ അവന്മാർ കൊല്ലപ്പെടും എന്നൊരു ഘട്ടം എടുത്തുമ്പോൾ 2 പിള്ളേരെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തും. അപ്പുറത്ത് നിൽക്കുന്ന മനസാക്ഷിയുള്ള ഇസ്രായേലുകാരൻ ചെയ്യും, അപ്പോൾ പറയും നിർത്ത്, പിറകിലോട്ട് പോകുമെന്ന് പറയും. ആ സമയത്ത് ഇസ്രായേലുകാരനെ കൊല്ലാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ സ്കൂളുകളും ഹോസ്പിറ്റലുകളും അവന്മാർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ഇരിക്കുന്ന അവന്മാരെ മൊത്തത്തിൽ തീർക്കാനായിട്ട് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ മാറിക്കോ എന്ന് പറഞ്ഞ് പ്രാവിനെയൊക്കെ പറത്തിവിടും. ആ സിമ്പൽ കാണുമ്പോൾ പാലസ്തീനിലുള്ള ജനങ്ങളൊക്കെ മാറണം, എങ്കിൽ മാത്രമേ ഇസ്രായേൽ അതിൻ്റെ മുകളിൽ ബോംബ് വർഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ യവന്മാർ അങ്ങനെ മാറ്റാനും സമ്മതിക്കില്ല. യവന്മാരുടെ കൂടെ ആ കുട്ടികളെയും അമ്മമാരെയും കൂടെ കൊന്നൊടുക്കിയ ശേഷം ലോകരാജ്യങ്ങൾക്കും GCC രാജ്യങ്ങൾക്കും മുമ്പിൽ ഞങ്ങളേതാ കൊന്നൊടുക്കുന്നേ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ബഹളം വയ്ക്കും. അപ്പോൾ 1987 ആദ്യത്തെ ഇന്തിഫാദ തുടങ്ങുന്നത്. 1987 ഗാസയിൽ വെച്ച് ഒരു ഇസ്രായേലി പൗരനെ പാലസ്തീനികളെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഒരു വണ്ടി എടുത്ത് ഓടിച്ച് 4 പാലസ്തീനികളെ ഒറ്റയടിക്ക് അങ്ങ് തീർത്തു. അങ്ങനെയാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം വരുന്നത്. 1993 വരെ ഇന്തിഫാദ എന്ന് പറയുന്ന ഈ യുദ്ധം അല്ലെങ്കിൽ ഈ കലാപം അവിടെ നിലനിന്നു. പാലസ്തീനികളുടെ കയ്യിൽ ആദ്യം തോക്കും ബോംബും ഒന്നും അല്ലായിരുന്നു. ആദ്യം കല്ലും കമ്പും കട്ടയൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ഫണ്ടിങ് വന്ന ശേഷം ഇവരുടെ കയ്യിൽ തോക്കും ബോംബൊക്കെ. അങ്ങനെ 1993 ഇന്തിഫാദ ഓസ്ലോ ഉടമ്പടി പ്രകാരം അവിടെ അവസാനിപ്പിക്കുന്നത്. പിന്നെ 2000 സെക്കൻഡ് ഇന്തിഫാദ തുടങ്ങുന്നത്. സെക്കൻഡ് ഇന്തിഫാദയുടെ പേരെന്ന് പറയുന്നത് അൽ അക്സ ഇന്തിഫാദയാണ്. അവിടെയാണ് ഈ ഹമാസിന്റെ ഒരു കളി വരുന്നതെന്ന് പറയുന്നത്. അതൊക്കെ വലിയൊരു ടോപ്പിക്കാണ്. ഹമാസ് അവിടെയാണ് ഉയർന്നു വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെടുന്നതും ഈ സെക്കൻഡ് ഇന്തിഫാദയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ വലിയ രീതിയിലുള്ള സ്ലോഗൻസ് ഒക്കെ എടുത്ത് നമ്മുടെ നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കാനായിട്ട് അവന്മാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നവ്യ നായർ പ്രതികരിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമാണ് ഇവിടെയുള്ള കേരളീയ പൊതുസമൂഹത്തിനുള്ളത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നവ്യ നായർ പറയുന്നത്, നമ്മുടെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ കമ്പാഷൻ ഇല്ല. അതായത് മറ്റുള്ളവരോടൊരു കമ്പാഷനും ഇല്ല. പോരാത്തതിന് ഇപ്പോൾ ഉള്ള പുതിയ തലമുറകൾ കള്ളിനും കഞ്ചാവിനുമൊക്കെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നവ്യ നായർ വേറൊരു കാര്യം പറഞ്ഞത്. എന്തായിരുന്നാലും ഇതൊക്കെ ആർക്ക് നേരെയാണ് പറയുന്നത് എന്ന് നമുക്ക് കൃത്യവും വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം അല്ലാതെ വേറൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരിയതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു SFI പിള്ളേരോട്, എൻ്റെ പൊന്നു മക്കളെ, പിറകിൽ നിന്ന് മൂട്ടാൻ പല നേതാക്കളും കാണും. ഗവർണറുടെ വാഹനത്തിന് ഞാൻ കരിങ്കൊടി കാണിക്കുക, ഗവർണറുടെ വാഹനത്തിന് മുമ്പിൽ ചാടി വീഴ് എന്നൊക്കെ പറയാൻ പല ആൾക്കാരും കാണും. ഇങ്ങനെ ചാടി വീഴുമ്പോൾ ഗവർണർ ഇറങ്ങി വന്ന് നിന്നെയൊക്കെ ഒരു ലോക്കിട്ടങ്ങ് പൂട്ടും. പിന്നെ പാസ്പോർട്ട് എടുക്കാൻ പറ്റൂല, ഒരു PSC ടെസ്റ്റ് എഴുതാൻ പറ്റൂല, നല്ല ജോലി കിട്ടൂല, പുറത്തു പോകാൻ പറ്റൂല, തെണ്ടും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ പാർട്ടിയിൽ നിങ്ങൾ ലോക്കാവും. അങ്ങനെയാണെങ്കിൽ സഖാവേ ആ കേസ് ഒന്ന് പിൻവലിക്കാൻ സഖാവേ. അപ്പോൾ സഖാവ് പറയും, നീ അവിടെ പോയി കൊടി പിടിച്ചില്ലടാ, എങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവൻ വളർന്നു കയറി മുകളിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ വളർന്നു കയറി മുകളിലോട്ട് പോകുന്ന ആളുടെ പേരാണ് ആർഷോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങളിങ്ങനെ വളമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഉദ്ദേശിച്ചാണ് നവ്യ നായർ പറഞ്ഞത് സെൽഫ് ലവ്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് സ്നേഹിക്കണം. കണ്ട അണ്ടനും അടകോടനും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞ് വെട്ടാനും കുത്താനും ഒന്നും പോകരുത് എന്ന് കൃത്യമായിട്ട് നവ്യ നായർ ആ വേദിയിൽ നമ്മുടെ മന്ത്രി അപ്പൂപ്പനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് നല്ലൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. എന്നാൽ പറയാതെ നിർവാഹമില്ല. തൊട്ടതിനും പിടിച്ചതിനും ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ട് അടിച്ചാൽ പോലും പ്രതികരിക്കുന്ന രായപ്പന്മാരുള്ള ഈ നാട്ടിൽ, ഉത്തരേന്ത്യയിലെന്നല്ല അങ്ങ് പാലസ്തീനിൽ നടന്നതിന് നമുക്കെന്താ, നമ്മൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കണ്ടേ എന്ന് പറഞ്ഞ നവ്യ നായരാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.